സാറ് ഞാൻ വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 1 വർഷമാകും ഇന്നത്തോടെ. ഓക്കെ അപ്പൊ എനിക്ക് 4 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ അപ്പൊ ഇന്നൊക്കെ 1 വർഷമാവുത്. ഓക്കെ അടുത്ത് ഇപ്പൊ എനിക്ക് തൊണ്ടയില് തൈറോയിഡ് ഉണ്ട്. തൈറോയിഡിന്റെ ഒരു ചെറിയ ഇത് തൊണ്ടയിലുണ്ട്. അത് ബയോപ്സി എടുക്കാനാണ്. ഇപ്പൊ എടുക്കണ്ട, അത് വലുതാകട്ടെ, വലുതായാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അത് തുപ്പല് വിഴുങ്ങുമ്പോ ഒരു ഏതോ ഇരിക്കണ പോലത്തെ ഒരു ഫീലിംഗ്. അപ്പൊ രാത്രി ഉറങ്ങുമ്പോ ചുമയുണ്ട്. ചുമ വന്നത് തൊണ്ടേന്നാണ് വന്നത്. തൊണ്ടയെന്നാണ് ചുമ വന്നതെന്ന്. പിന്നെ പാൽപിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അപാന വായുമുദ്ര ഡെയിലി 2 നേരം ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാൽപിറ്റേഷൻ എനിക്ക് കുറഞ്ഞ് പ്രഷർ വന്ന് 160. ഞാൻ ക്ലാസ് കയറുമ്പോ എനിക്ക് 160. ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു. അത് ഇന്നേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോ എനിക്ക് 113 61 113 61. ഇപ്പൊ എനിക്ക് നെഞ്ചിൽ கொஞ்சம் ഭാരമായിട്ടുണ്ട് നെഞ്ച്. അതെ. യെസ്, ഞാൻ പറയാം. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു സ്റ്റീം ഇവിടേക്ക് കൊടുക്കണം. ഈ ഭാഗത്തേക്ക് ചെറിയൊരു സ്റ്റീം കൊടുക്കണം. ഒരു ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ദിവസം സ്റ്റീമിലിട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി സ്റ്റീം ആക്കാൻ പറ്റിയില്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മല്ലിയുടെ വെള്ളം, മല്ലിയില്ലേ, മല്ലി ഇട്ട വെള്ളം ഇളം ചൂടുവെള്ളത്തിൽ ഒരു 1-2 ഗ്ലാസ് 5-6 ദിവസം കുടിക്കുക. പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കുടിക്കുക. പിന്നെ തുളസി, ഇതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെ നെല്ലിക്ക ഇട്ട വെള്ളം, തുളസി ഇട്ട വെള്ളം, ഇതെല്ലാം ഇതെല്ലാം ഈ വെള്ളത്തിലാണ് നിങ്ങൾക്ക് ഇതിന്റെ പോസിറ്റീവ് വരുന്നത്. ഈ വെള്ളമൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ കൂടെ അപാന വായുമുദ്ര ചെയ്യാം, പ്രാണമുദ്ര ചെയ്യാം, അതേപോലെ പങ്കജമുദ്ര ചെയ്യാം. പങ്കജമുദ്ര, പിന്നെ പങ്കജമുദ്ര ചെയ്യുന്നതിന് മുന്നേ ശൂന്യമുദ്രയും ചെയ്യാം കേട്ടോ. ഈ 4 മുദ്രകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ.